ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. വരുന്നത് ഡബിൾ ഡെക്കർ ബസ്സാണ്. നഗര കാഴ്ചകൾ എന്ന ഡബിൾ ഡെക്കർ ബസ്സാണ്. 2 മണിക്കൂർ യാത്രയാണ്. 4 മണിക്കുള്ള ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. 1 മണിക്കൂർ ഇടവിട്ട് ബസ്സുകളുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാൻ പോവുകയാണ് ഗേസ്. ബാക്കിൽ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ്, അതിൽ കയറാം. അങ്ങനെ ബസ്സിൽ കയറുകയായി ഗേസ്. 2 നിലകളാണുള്ളത്. മുകളിലത്തെ നില ഓപ്പണാണ്. ബാക്കിൽ കൂടി മുകളിലോട്ട് കയറാം, ഫ്രണ്ടിൽ കൂടി മുകളിലോട്ട് കയറാം. 2 സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ ഞാൻ മുമ്പിൽ കൂടി മുകളിലോട്ട്. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലാണ് ഉള്ളത്. ഒരുപാട് സീറ്റൊക്കെ കയറാം. പുറത്തെ കാഴ്ചകൾ ഇതാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഗെയ്സ്. കിഴക്കേ കോട്ടയിലുള്ള KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അങ്ങനെ ബസ് വിടുകയാണ്. ഇടതുവശത്തായി കാണുന്നതാണ് ചാല മാർക്കറ്റ്. ഏകദേശം 500 മീറ്ററോളം ഉണ്ട് ചാല മാർക്കറ്റ്. ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളത്തിലെ. അങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ആ വഴിയിലൂടെ പോയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാം. മുമ്പിൽ കാണുന്നതാണ് സ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രം. ഇപ്പോൾ കാണുന്നതാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അങ്ങനെ മുമ്പോട്ടുള്ള യാത്രയിലാണ് ഗെയ്സ്. ആ മുമ്പിൽ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്റർ. 80+ തിയേറ്ററാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് യാത്രയാവുകയാണ് ഗെയ്സ്. അപ്പോൾ ഞാൻ 2 പേരുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 200 രൂപയാണ്. 2 പേരുണ്ടാകുമ്പോൾ 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഗെയ്സ്. അങ്ങനെ യാത്രയാവുകയാണ് മുമ്പോട്ട്. ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് സെക്രട്ടേറിയറ്റ്. ഒരുപാട് സമരങ്ങളൊക്കെ നടന്ന സ്ഥലം കൂടിയാണ് സെക്രട്ടേറിയറ്റ്. അത് കഴിഞ്ഞാൽ കിട്ടുന്നത് മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പാളയത്താണ്. ക്ഷേത്രവും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. ഇപ്പോൾ കാണുന്നത് ക്ഷേത്രമാണ്. അതിന് തൊട്ടപ്പുറം മുസ്ലിം പള്ളി കാണാം. അതിന് തൊട്ടപ്പുറമായി ഒരു സ്റ്റേഡിയം ഉണ്ട്, ചന്ദ്രശേഖർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, അതും കാണാം. അതിനിപ്പുറമായി ക്രിസ്ത്യൻ പള്ളി കാണാം. അങ്ങനെ 3 മതങ്ങളുടെയും ആരാധനകളുള്ള സ്ഥലം കൂടിയാണ് പാളയം. ആദ്യത്തെ മുഖ്യമന്ത്രിയായ R ശങ്കരുടെ പ്രതിമയാണ് മുമ്പിൽ കാണുന്നത്. ചന്ദ്രശേഖർ സ്റ്റേഡിയമാണ് കാണുന്നത്. നല്ല അടിപൊളി സ്റ്റേഡിയമാണ്. നിയമസഭയാണ് മുമ്പിൽ കാണുന്നത്. ചർച്ചകളും ഒക്കെ നടക്കുന്ന നിയമസഭ. മുഖ്യമന്ത്രിമാരും MLA മാരും മന്ത്രിമാരൊക്കെ ഉണ്ട്. അതിനടുത്തായിട്ട് ഒരു മ്യൂസിയമുണ്ട്. തൊട്ടപ്പുറം ആയിട്ട് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. യൂണിവേഴ്സിറ്റിയാണ്. അതിന് കുറച്ചപ്പുറമായി സുഭാഷ് ചന്ദ്രബോസ് പ്രതിമ കാണാം. അതിനിപ്പുറമായി മസ്കറ്റ് ഹോട്ടൽ. അങ്ങനെ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് സ്ഥലങ്ങൾ, ചരിത്രമുള്ള എല്ലാം കണ്ട് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞാൽ CSI ചർച്ചാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം കോർപ്പറേഷനാണ് കാണുന്നത്. അതിനപ്പുറമായിട്ട് പബ്ലിക് ഓഫീസുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളും സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് 2 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം.
ഈ ഭാഗത്തായി മൃഗശാലയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സൂ ഈ ഭാഗത്താണുള്ളത്. ഇത് കഴിഞ്ഞാൽ കിട്ടുന്നത് കനകക്കുന്ന് കൊട്ടാരമാണ്. കനകക്കുന്ന് കൊട്ടാരമാണ് ഇപ്പോൾ കാണുന്നത് മുമ്പിൽ. ഇവിടെ ഒരു പാർക്കുണ്ട്. അത് കഴിഞ്ഞാലാണ് കൊട്ടാരം കിട്ടുന്നത്, കനകക്കുന്ന് കൊട്ടാരം. ഇപ്പോൾ കാണുന്നതാണ് കനകക്കുന്ന് കൊട്ടാരം. അങ്ങനെ മുമ്പോട്ട് യാത്രയാണ് ഗൈസ്. ഇതൊക്കെ കണ്ട് ഒരുപാട് കാഴ്ചകൾ, ഇനിയും കാഴ്ചകളുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം മുമ്പോട്ട്. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മരച്ചില്ലകൾക്ക് താഴോട്ട് വന്ന് കാണാം. നിന്ന് കഴിഞ്ഞാൽ തലയിൽ വന്ന് അടിക്കും. അതുകൊണ്ട് നിൽക്കാൻ പാടില്ല, ഇരിക്കുക. ഇരുന്നില്ലെങ്കിൽ സൂക്ഷിക്കുക, പരിക്കുകളൊക്കെ പറ്റാൻ സാധ്യത ഉണ്ട്. മരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല കാഴ്ചകളാണ് ഇവിടെ. അംബാനിയുടെ വീടിന് സാമ്യമുള്ള കെട്ടിടമാണ് കാണുന്നത്. നല്ല അടിപൊളി ശൈലിയുള്ള കെട്ടിടമാണ്. ഒരുപാട് ഉയരത്തിലാണ് കെട്ടിടമുള്ളത്. ഇപ്പോൾ കാണുന്നത് ഗവർണറുടെ വസതിയാണ്. അതീവ സുരക്ഷയുള്ള സ്ഥലം കൂടിയാണ് ഗവർണറുടെ വസതി. അതാണ് മുമ്പിൽ കാണുന്നത് ഗൈസ്. ഇപ്പോൾ എത്തിച്ചേർന്നത് കവടിയാർ കൊട്ടാരം. ആ ഗേറ്റിനപ്പുറമുള്ള കവടിയാർ കൊട്ടാരമാണ്. ഇവിടെ വരെയുള്ള ബസ് ഇവിടെ നിന്ന് തിരിച്ച് വേറെ റൂട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇനി എയർപോർട്ട് റോഡൊക്കെ കാണാം. 4 മുക്കാണ് ഇവിടെ. 4 മുക്ക് ജംഗ്ഷനാണ്. എല്ലാ സൈഡും റോഡാണ്, 4 വശത്തും റോഡാണ്. അതാണ് 4 മുക്ക് നിലത്ത് പേര് വന്നത്. ഇപ്പോൾ കാണുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷനാണ്. പേട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുമ്പോട്ടാണ്. മുകളിൽ പാലമൊക്കെ കാണാം. ഹൈവേ ആണ്. ഹൈവേ കഴിഞ്ഞ് മുമ്പോട്ട് പോക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുമ്പിലൂടെയാണ് ബസ് പോകുന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത് ഗൈസ്. അതിൻ്റെ റൺവേകളും ഒരുപാട് വിമാനങ്ങളൊക്കെ കാണാം. മുകളിലൂടെ ചെറിയ യാത്ര വിമാനം എന്തോ പറക്കുന്നതൊക്കെ കാണാം. വലിയ വിമാനമല്ല, ചെറിയ വിമാനമൊക്കെ പറക്കുന്നതെല്ലാം കാണാം മുകളിലൂടെ. ഇപ്പം എൻ്റെ ബാക്കിൽ കൂടി ഒന്ന് പറക്കാൻ വേണ്ടി റെഡിയായ ഒരു വിമാനമുണ്ട്. ആ ഒരു കാഴ്ച കൂടി നമ്മൾ കാണാം. വിമാനം വരുന്നതൊക്കെ കാണാം. ഫ്ലൈ ചെയ്യാൻ വേണ്ടി, പറക്കാൻ വേണ്ടി റെഡിയായി ഇപ്പോൾ പറക്കും. ആ ഒരു സ്റ്റില്ലാണ് ഇപ്പോൾ കാണുന്നത്. എത്ര ഭംഗിയുള്ള സ്റ്റില്ലാണ്, വീഡിയോ ആണല്ലേ. പറക്കുന്ന കാഴ്ച നല്ല രസമുള്ള കാഴ്ചയാണ്. അങ്ങനെ ആ വിമാനം പറന്ന് പോയി. ഇപ്പോൾ എത്തിച്ചേർന്നത് ശംഖുമുഖം ബീച്ചിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മുമ്പിൽ കാണുന്നത് ബീച്ചിലേക്ക് പോകാനുള്ള ഗേറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട്. ഇപ്പോൾ കാണുന്നത് ബ്രഹ്മോസ് എയർവേസ് ആണ്. അബ്ദുൽ കലാം സാറിൻ്റെ തുടങ്ങി വെച്ച ബ്രഹ്മോസ് എയർവേസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എത്തിച്ചേർന്നത് നമ്മൾ ടൗണിലേക്ക് എത്തി. കണ്ടത് സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം. ആസാദ് ഹോട്ടൽ കാണാം. ഒരുപാട് പഴക്കം ചെന്ന ഹോട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇറങ്ങുകയും അടുത്ത യാത്രയ്ക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരൊക്കെ കയറാനുള്ള തത്രപ്പാടിലാണ്. 2 മണിക്കൂർ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. ഓക്കെ ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബായ്.